തെരഞ്ഞെടുപ്പ് 5ാം ഘട്ടത്തിലെത്തുമ്പോൾ വഴിത്തിരിവായി ഒട്ടേറെ രാഷ്ട്രീയ നീക്കങ്ങൾ. ജയിലിൽ നിന്ന് പുറത്തിറങ്ങി മാൻ ഓഫ് ദ മാച്ച് ആവാൻ ശ്രമിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ കുരുക്കി സ്വാതി മാലിവാളിന്റെ മർദ്ദന പരാതി. അപ്രതീക്ഷിത ഗൂഗിളിയിൽ പ്രതിരോധത്തിന്റെ ബാക്ക്ഫൂട്ടിലായ ആം ആദ്മി പാർട്ടി BJPക്ക് നേരെ ഗൂഢാലോചനാരോപണം ഉന്നയിച്ച് നടത്തിയ ജയിൽ നിറയ്ക്കൽ മാർച്ച്. നേതാക്കളെ ജയിലിലടയ്ക്കുന്ന മോദി ആം ആദ്മി പാർട്ടിയെ ഭയക്കുന്നു എന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറയുന്നത്. ഓപ്പറേഷൻ ചാടു കളിക്കുന്നു BJP. നിർഭയയ്ക്കു വേണ്ടി നിരത്തിലിറങ്ങിയവർ ഇന്ന് പ്രതിക്കു വേണ്ടി ഇറങ്ങുന്നുവെന്ന് സ്വാതി മലിവാൾ. വീണുകിട്ടിയ ആയുധത്തിന് മൂർച്ച കൂട്ടി BJP. മറുവശത്ത് ഓരോ ഘട്ടത്തിന് ശേഷവും കരുത്താർജിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ആവേശ കാഴ്ചകൾ. രാമക്ഷേത്രം വിട്ട വിദ്വേഷ പ്രസംഗത്തിലേക്കും വിദ്വേഷ പ്രസംഗത്തിൽ നിന്ന് ഒടുവിൽ കെജ്രിവാൾ മോദി ഗ്യാരണ്ടിയിലേക്കും പ്രചരണം മാറുന്നതിനിടയിലാണ് 5ാം ഘട്ടത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഉയരുന്ന ചോദ്യം. പോരാട്ടം വഴിത്തിരിവിലും. നമുക്കിപ്പോൾ അതിഥികൾ ചേരുന്നു. വിനോദ് വിൽസൺ മാത്യു, ആം ആദ്മി പ്രതിനിധി; കോൺഗ്രസിൽ നിന്നും KS ശബരിനാഥൻ, തിരുവനന്തപുരത്ത് നിന്നും; BJP പ്രതിനിധീകരിച്ച് ഷാജി രാഘവൻ; CPMന്റെ പ്രതിനിധി എസ് സമ്പത്തും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ ആം ആദ്മി പാർട്ടി പ്രതിനിധി വിനോദ് വിൽസണിലേക്ക്. വിനോദ് വിൽസൺ, ഇന്നിപ്പോൾ ഓപ്പറേഷൻ ചാടുവാണ് BJP നടത്തുന്നത് ആരോപിച്ച് ആം ആദ്മി പാർട്ടി നടത്തിയ മാർച്ച് നമ്മൾ കണ്ടു. അവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗവും നമ്മൾ കേട്ടു. പക്ഷേ ഒന്നുകൂടി നമ്മൾ കാണേണ്ടതും കേൾക്കേണ്ടതുമുണ്ടായിരുന്നു. അത് സ്വാതി മാലിവാൾ പറഞ്ഞ വാചകങ്ങളാണ്. സ്വാതി മാലിവാൾ, നിങ്ങൾ നടത്തിയ ആം ആദ്മി പാർട്ടി BJP ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് ഇരട്ടത്താപ്പാണ് എന്നാണ് പറഞ്ഞിട്ടും തീർന്നിട്ടില്ല. 12 വർഷങ്ങൾക്ക് മുമ്പ് നിർഭയയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയ അതേ ആളുകൾ തന്നെ ഇന്ന് ഈ തെളിവുകൾ നശിപ്പിക്കാൻ കൂട്ടുനിന്നൊരു പ്രതിക്കു വേണ്ടി നിരത്തിലിറങ്ങിയ കാഴ്ച തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്നാണ് സ്വാതി മലിവാൾ പറഞ്ഞത്. ഈ സ്വാതി മലിവാളിന്റെ മർദ്ദനാരോപണത്തിൽ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയ തരംഗം കെട്ടുപോകുമോ? വിനോദ് വിൽസൺ. ഒരിക്കലുമില്ല. ആ തരംഗം കെട്ടുപോകുന്ന സാഹചര്യം ഇവിടെയില്ല. പിന്നെ നിർഭയയ്ക്ക് വേണ്ടി ഇറങ്ങി അല്ലെങ്കിൽ നിർഭയയുടെ സാഹചര്യം ഒന്നും ഈ കേസിനകത്ത് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയോ കരുതുകയോ നാളിതുവരെയുള്ള തെളിവുകൾ വെച്ച് നമുക്ക് അങ്ങനെ വിശകലനം ചെയ്യാനോ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഈ വിഷയത്തിൽ നമ്മൾ നോക്കേണ്ടത്, ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ ബെനിഫിഷ്യറി ആർക്കാണ് ലഭിക്കുന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബെനിഫിഷ്യറി ആരാണ് എന്നുള്ളതാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ BJP ഈ വിഷയം സ്കോർ ചെയ്യുന്നെങ്കിൽ, BJP ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് അവർ എത്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് കിട്ടുന്നത് BJPക്കാണ്. സ്വാതി മലിവാളുമായി ബന്ധപ്പെട്ട ചില വീഡിയോസാണ് ഇന്നലെ അതിഷി അടക്കമുള്ളവർ പത്രസമ്മേളനം നടത്തി ട്വീറ്റ് ചെയ്ത് നമ്മുടെ മുമ്പിലുള്ള വീഡിയോ. ആ വീഡിയോയിൽ സ്വാതി മലിവാൾ മോശമായി സംസാരിക്കുന്ന, മോശം ഭാഷയിൽ സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. മറ്റൊരു വീഡിയോയിൽ അവർ വളരെ ദേഹത്തെ പരിക്കുകൾ ഉള്ള വീഡിയോ കണ്ടു. മറ്റൊന്ന് പറയുന്നത്, അവർ പറഞ്ഞത് അവർ ആരോപിച്ച അതേ മർദ്ദനത്തിന്റെ സാഹചര്യങ്ങൾ ഉള്ള മുറിവുകൾ ഈ നിമിഷം പുറത്തു വന്നിരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ടുകളിലില്ല. പിന്നെ അവരാദ്യം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസൻസിലാണ് സംഭവിച്ചത് എന്നുള്ളൊരു ആരോപണമുണ്ട്. പിന്നീട് അവരിൽ നിന്ന് പിന്മാറുകയാണ്. ഇതേ സ്വാതി മലിവാളാണ് ഏതാണ്ട് മനുഷ്യാവകാശ അവിടുത്തെ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് അവിടുത്തെ ലഫ്റ്റനന്റ് ഗവർണർ അമിതമായ ഇടപെടലുകൾ നടത്തുന്ന മനുഷ്യാവകാശ കമ്മീഷനെ പിരിച്ചുവിടത്തക്ക രീതിയിൽ അവിടെ 90 എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ജീവനക്കാരുള്ളതിൽ 80 പേരെ വനിതാ കമ്മീഷനിലെ പിരിച്ചുവിടാൻ ശ്രമിക്കുന്ന വാർത്തകളൊക്കെ വളരെ അതിശക്തമായി BJPയെ കടന്നാക്രമിച്ചുകൊണ്ടും സ്വാതി മലിവാളാണ്. കേജ്രിവാൾ ജയിലിൽ പോയതിനു ശേഷം നിശബ്ദയാവുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ ആ തരത്തിൽ രാഷ്ട്രീയപരമായ ഇവിടുത്തെ ബെനിഫിറ്റ് ആർക്കാണ് എന്നതാണ് ആദ്യം ഇതിൽ പരിശോധിക്കുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയമായ ബെനിഫിറ്റ് ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടിയെ നേരിടുന്ന BJPക്ക് തന്നെയാണ്. എന്റെ ചോദ്യവും അത് തന്നെയാണ്. ഒരു സ്ത്രീ വന്ന് തന്നെ ഒരു പാർട്ടി ഓഫീസിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് പരാതി നൽകിയാൽ അതിലൊരു പെൺകുട്ടിയെ മർദ്ദിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തുന്നു. ഒരു സ്ത്രീയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റം വിഭവ് കുമാറിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് പോലീസ് FIR ഇടുന്നു. അങ്ങനെ ഒരു FIR ഇട്ടാൽ ആം ആദ്മി പാർട്ടി ആർക്കൊപ്പം നിൽക്കും? ഇതേ ആരോപണം നിങ്ങൾ കർണാടകയിൽ ഉയർത്തുകയാണെങ്കിൽ പ്രജ്വൽ രേവണ്ണയുടെ വിവാദത്തിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയാണ്, ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീ നൽകുന്ന പരാതിയുടെ രാഷ്ട്രീയ ബെനിഫിഷ്യറി നോക്കി നിലപാടെടുക്കാൻ സാധിക്കുക? വിനോദ് വിൽസൺ, അങ്ങനെയല്ല ശ്രീ അരുൺ. ഇവിടെ സെക്ഷൻ 354 മാത്രമാണ്. അവിടെ സെക്ഷൽ അസോൾട്ടുകളൊന്നും ഇവിടെ ഇതുവരെ ആരോപിക്കപ്പെട്ടിട്ടില്ല. പ്രജ്വൽ രേവണ്ണയുടെ കേസ് അങ്ങനെയല്ല, അത്തരത്തിലൊരു കേസല്ല. അത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സെക്ഷൽ സ്കാമാണ് പ്രജ്വൽ രേവണ്ണയുടെ കേസ്. ആ കേസിലുണ്ടായ സാഹചര്യവും ഒന്നും ഇവിടെയില്ല. ഇവിടെ വിഭൽ കുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ റിമാൻഡിലാണ്, കസ്റ്റഡിയിലാണ്. അന്വേഷണം നടക്കട്ടെ. ഒരു സ്ത്രീയെ ആക്രമിച്ച കേസിൽ പ്രതിക്ക് സംരക്ഷണം കൊടുക്കണം. പൊളിറ്റിക്കൽ പാർട്ടി എന്നതിന് രാഷ്ട്രീയപരമായ നിലപാടുകളുണ്ട്. പക്ഷേ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. കേസിനെ അന്വേഷിക്കട്ടെ.
ചോദ്യം ഇത്രേ ഉള്ളൂ, വളരെ സ്ട്രെയിറ്റ് ആണ്. ഇപ്പോൾ സ്വാതി മലിവാൾ ഒരു പരാതി നൽകുന്നു. ആ പരാതി ആദ്യം സിവിൽ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഓഫീസർക്ക് ലഭിക്കുന്നില്ല. പിന്നീട് ആ പരാതി ലഭിച്ചതിന് ശേഷം ഒരു നടപടി എടുക്കുമ്പോൾ ആം ആദ്മി പാർട്ടി തെരുവിലിറങ്ങുന്നത് എന്തിനാണ്? ആ വിഭവ് കുമാറിന് വേണ്ടി? അല്ല, ആം ആദ്മി പാർട്ടി വിഭവ് കുമാറിന് വേണ്ടിയാണ് തെരുവിലിറങ്ങിയെന്ന് ആരാണ് അരുൺകുമാറോട് പറഞ്ഞത്? അങ്ങനെയല്ലോ. അദ്ദേഹം കേജ്രിവാൾ, അതായത് കേജ്രിവാളിന്റെ അറസ്റ്റ്, മറ്റൊരു നേതാവിനെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഭയക്കുന്നത് രാഘവ് ചന്ദ എത്തിയാൽ അറസ്റ്റ് ചെയ്യും എന്ന് നിങ്ങൾ ഭയക്കുന്നു. പക്ഷെ രാഘവ് ചന്ദ എത്തട്ടെ, അപ്പോൾ അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രതികരിക്കാം. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്, ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന വിഭവ് കുമാർ. അതാ ഞാൻ പറഞ്ഞേ അതാ ഞാൻ പറഞ്ഞേ, ഇവിടെ നമ്മൾ നോക്കണം, നീതി നിയമം ഒരുപോലെ വേണ്ടേ? നിങ്ങൾ നോക്കൂ, നമുക്കറിയാം, നമുക്ക് മറ്റൊരു കേസും കൂടെ സമാനമായി ചർച്ച ചെയ്തുകൊണ്ട് വേണം ഈ വിഷയം അവതരിപ്പിക്കാൻ. നമുക്കറിയാം, ഇന്ത്യക്ക് അഭിമാന താരമായ സാക്ഷി മാലിക് എന്ന് പറയുന്ന ഇന്ത്യൻ റെസ്ലിംഗ് ഒളിമ്പിക് മെഡലിസ്റ്റായ വ്യക്തി ഇത്തൊരു സെക്ഷൽ ആരോപണം ആർക്കരി ഉന്നയിച്ചു. അന്നത്തെ ഗുസ്തി ഫെഡറേഷന്റെ ചെയർമാനായിട്ടുള്ള ബ്രിജ്ഭൂഷണെതിരെ ഉന്നയിക്കുകയും ഈ ഡൽഹി പോലീസിൽ കേസ് കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അത് ഡൽഹി പോലീസ് FIR ഇട്ടത് മാത്രമല്ല, ഈ പറയുന്ന വ്യക്തികൾ, ഈ പറയുന്ന വിക്ടിംസ് സുപ്രീം കോടതിയിൽ പോയി ഈ കേസിൽ FIR ഇടണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് സുപ്രീം കോടതിയിൽ സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞത് പോലീസ് അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ, അന്വേഷണം നടന്ന് അതിനകത്ത് കാര്യക്ഷമമായ അന്വേഷണം നടന്ന് തെളിവുകൾ കിട്ടിയതിനു ശേഷം അറസ്റ്റിലേക്ക് പോകാം. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ ആരോപണം വന്നു, നമുക്കറിയാം നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ആരോപണം വന്നു, ആരോപണത്തിന്റെ പേരത്ത് അവർ മൊഴിയെടുത്ത്. ആദ്യം നമുക്കറിയാം ഈ കേസ്, ഈ വാർത്ത വരുമ്പോൾ നമ്മൾ എന്താ കണ്ട, സ്വാതി മലിവാൾ പോലീസ് നേരിട്ട് മൊഴി കൊടുത്തിരുന്നില്ല. BJP ഹെഡ്ക്വാർട്ടറിലേക്ക് മാർച്ച് നടത്താനിടയ സാഹചര്യം എന്താ? ഇത് ഇന്നലെ മെനഞ്ഞാന്ന് വളരെ ശക്തമായി തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം വളരെ പെട്ടെന്ന് ദില്ലിയിലേക്ക് ഡിഫൻസിലേക്ക് മാറുന്നു. അതിനൊറ്റ കാരണമേ ഉള്ളൂ, സ്വാതി മലിവാൾ നൽകിയ പരാതി. അതിന്മേലുള്ള രാഷ്ട്രീയ അത് രാഷ്ട്രീയ ഡിഫൻസിലേക്കല്ലത്. രാഷ്ട്രീയപരമായ പ്രചരണങ്ങൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കേജ്രിവാൾ നടത്തുന്നതിനൊപ്പം ഡൽഹിയിൽ ഗവൺമെന്റിനെയും ആം ആദ്മി പാർട്ടിയും നശിപ്പിക്കുന്നതിന് കപ്പം വാങ്ങിച്ചവർക്ക് വേണ്ടി, അല്ലെങ്കിൽ കപ്പം വാങ്ങിച്ച് അതിനെ പ്രവർത്തിക്കുന്നവരെ തുറന്നു കാട്ടാൻ രാഷ്ട്രീയ സാഹചര്യവും പാർട്ടി നടത്തേണ്ടത്. നിയമ പോരാട്ടത്തിനൊപ്പം ഇതൊരു രാഷ്ട്രീയ പാർട്ടി കൂടെയല്ലേ? ഈ പറയുന്ന BJP-യുടെ കപ്പം വാങ്ങിയിട്ടുണ്ടെന്നോ, BJP-യുടെ ഒരു ഡീലിനെ ഭയക്കുന്നുണ്ടെന്നോ, അല്ലെങ്കിൽ BJP-യുടെ നീക്കത്തെ ഭയക്കുന്നുണ്ടെന്നോ വേറെ ആരും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്, ഒരു സ്ത്രീ ഒരു പരാതി നൽകുന്നു, ആ പരാതി കേസിൽ പോരാടിയ സംഘങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നതാണ് സ്വാതി മലിവാൾ പറയുന്നത്. അത് സ്വാതി മലിവാളിന്റെ ആരോപണമല്ലേ? അവർക്ക് അങ്ങനെ ആരോപിക്കാമല്ലോ, അവർ കേസിലെ വിക്ടിം അല്ലേ? ഞാൻ പറഞ്ഞ BJP ആണ് ഇവിടുത്തെ പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഉള്ളത്. അതുകൊണ്ട് ഇത് ആർക്ക് വേണ്ടി? ഒരു സ്ത്രീ തന്നെ ഫിസിക്കലി അസോൾട്ട് ചെയ്തു എന്നതിന്റെ പേരിൽ തന്റെ മാറിടത്തിൽ, തന്റെ നാഭിയിൽ, തന്റെ വയറ്റിൽ മർദ്ദിച്ചു എന്ന് ഒരു ആരോപണം ഉന്നയിച്ചൊരു പരാതി നൽകിയാൽ പോലീസ് കേസെടുക്കണ്ടേ? അതല്ലേ ആം ആദ്മി പാർട്ടിയുടെ നിലപാട്? അങ്ങനെ കേസെടുത്തപ്പോൾ നോക്കൂ, അധികാരത്തിലിരിക്കാൻ താല്പര്യമില്ലാത്ത കെജ്രിവാൾ തന്റെ മന്ത്രിസഭയിൽ നിന്നൊരാളെ അഴിമതി കുറ്റത്തിന്റെ പേരിൽ പുറത്താക്കിയാണ് അരവിന്ദ് കെജ്രിവാൾ. PA വിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പിന്നീട് എന്തിനാണ് ഈ ഓപ്പറേഷൻ ഛാഡുവിനെതിരെയുള്ള ഈ പ്രതിഷേധം വരുന്നത്? മറ്റാരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, വിഭവ് കുമാറിനെ മാത്രമല്ലേ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അയാൾ അറസ്റ്റ് ചെയ്യണ്ടേ? വിഭവ് കുമാറിന് വേണ്ടിയോ? അതെ, വിഭവ് കുമാറിന് വേണ്ടിയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിന്റെ മാർച്ച് ആയിരുന്നു എന്ന് കേജ്രിവാൾ ഇന്ന് പറഞ്ഞു. എനിക്കറിയില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് കാലങ്ങളായി, കഴിഞ്ഞ കുറെ നാളുകളായി ആം ആദ്മിയെ രാഷ്ട്രീയപരമായി വേട്ടയാടുന്നു, അതിനെതിരെയുള്ള പ്രതിരോധം തീർക്കുക പാർട്ടിയുടെ കടമയാണ്, അത്തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇത് എന്നാണ് കൃത്യമായി പാർട്ടി മുമ്പോട്ട് വെക്കുന്നത്. അതാണ് ഇന്നലെ അതിഷിയും പറഞ്ഞത്. വിമർശനവും ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോൾ അല്പം ഉയർന്നിരിക്കുന്ന പ്രതിച്ഛായയെ കെടുത്തുന്നില്ല എന്നാണോ വിനോദ് പറയുന്നത്? അത് ഞാൻ പറഞ്ഞു, ആ തരത്തിൽ ചിന്തിച്ചാൽ. പക്ഷെ ഞങ്ങൾ അത്തരത്തിൽ ചിന്തിക്കുന്നില്ല. കാരണം അത് തന്നെയാണ് കേജ്രിവാൾ പറഞ്ഞത്, രാഷ്ട്രീയപരമായി പാർട്ടി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന്റെ പല രസക്കൂട്ടുകൾ ഇവർ ആവിഷ്കരിക്കുന്നുണ്ട്. അതാണ് ഒരു അഴിമതി ചിത്രീകരിച്ചുകൊണ്ട് വന്നു. മറ്റൊന്ന്, ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടി ആഞ്ഞടിക്കുകയാണ്, ഓപ്പറേഷൻ ഛാഡു എടുക്കുന്നു. നിങ്ങൾ ചൂലെടുത്ത് ദില്ലിയിൽ വീണ്ടും ഇറങ്ങുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ വളർച്ച കണ്ട് നിങ്ങൾ ഭയക്കുന്നു. ബ്രിജ്ഭൂഷൺ സിംഗിന് ഒരു നീതിയും വിഭവ് കുമാറിന് മറ്റൊരു നീതിയുമാകുന്നത് ശരിയാണോ? ഷാജി രാഘവൻ, ആ അർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ശരിയല്ലേ? ആം ആദ്മി പാർട്ടിയെ ഭയന്ന് ജയിലിൽ അടയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ജയിൽ ഖേലമാണ് നിങ്ങൾ കളിക്കുന്നത്, അത് തീക്കളിയാണ്. ഷാജി രാഘവൻ, ഇന്ന് ഡൽഹിയിൽ നടന്നിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ റാലിയിൽ ബഹുമാന്യനായ കെജ്രിവാൾ മുന്നോട്ട് വെച്ചൊരു പ്രധാന രണ്ട് വിഷയങ്ങളാണ്. ഒന്ന്,
BJP AAP ആപ്പിനെ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ആപ്പിനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഡോക്ടർ അരുൺകുമാർ, താങ്കളുടെ ആദ്യഘട്ട ചർച്ചയിൽ വളരെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി വളരെ ബുദ്ധിമുട്ടിയാണ് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തോട് ഒന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്, ഇതിൽ പരാതിക്കാരിയായിട്ടുള്ള സ്വാതി മാലിവാൾ, ഈ സ്വാതി മാലിവാൾ ഒരു സാധാരണ പ്രവർത്തകയല്ല. ആം ആദ്മി പാർട്ടിയിലെ തലപക്കമുള്ള നേതാക്കന്മാരിൽ ഒരാളാണ്. തുടക്കം മുതലേ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. ഒരു ആക്ടിവിസ്റ്റാണ്, വനിതയാണ്. അതിനപ്പുറം പാർലമെൻറ്റ് നമ്മുടെ ജനപ്രതിനിധിയാണ്, MP ആണ് അവർ. അങ്ങനെയുള്ള സ്വാതി മാലിവാൾ, നമുക്കറിയാം ഈ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ 6-7 ഘട്ടങ്ങളിലാണ് ശരിക്കും ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അതായത് പഞ്ചാബിലായാലും ഡൽഹിയിലായാലും തെരഞ്ഞെടുപ്പ് കാര്യമായി നടക്കാൻ പോണത് ഈ വരുന്ന 6-7 ഘട്ടങ്ങളിലാണ്. അപ്പോൾ ഒരു 10-12 അല്ലെങ്കിൽ 14 ദിവസത്തിനുള്ളിൽ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുന്ന അവസാന ഘട്ടങ്ങളിലാണ് ആം ആദ്മി പാർട്ടിയുടെ ധാരാളമായിട്ടുള്ള ആൾക്കാർ മത്സരിക്കുന്നത്, അവർക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ, അതിൻ്റെ പ്രചരണം അതിൻ്റെ മാക്സിമത്തിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ അവരുടെ ഉള്ളൊരു തലപക്കമുള്ള ഒരു നേതാവ്, ഒരു MP, അങ്ങനെയുള്ള ഒരു MP BJPയുമായി ഗൂഢാലോചന നടത്തിക്കൊണ്ട് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് അവർ അവകാശപ്പെടുന്നെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ അവരിതുവരെ നടപടിയെടുത്തിട്ടില്ല? ഇന്ന് കെജ്രിവാൾ ഈ പറയുന്ന വലിയ പ്രതിഷേധമൊന്നും കണ്ടില്ല. നിങ്ങളുടെ റിപ്പോർട്ടർ തന്നെ പറഞ്ഞ 100 കണക്കിന് ആൾക്കാർ പങ്കെടുത്തുന്നതാണ്. അതായിക്കോട്ടെ, അത് എത്രയായിക്കോട്ടെ. പക്ഷേ കെജ്രിവാൾ സംസാരിക്കുമ്പോൾ തന്നെ പരാതിക്കാരിയായ സ്വാതി മാലിവാൾ AAPയുടെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ MP പറഞ്ഞത് ഇത് ഇരട്ടത്താപ്പാണ്. വളരെ കൃത്യമായിട്ടല്ലേ അവരത് പറഞ്ഞത്. എന്നിട്ട് നടപടി എടുത്തിട്ടുണ്ടോ? ഡോക്ടർ അരുൺകുമാർ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം രാജ്യത്ത് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം പ്രതിപക്ഷ കക്ഷികളെ കേസിൽ കൊടുക്കുന്നു എന്നുള്ളൊരു വലിയ ആരോപണം തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടങ്ങളിലൊക്കെ ഇവർ ഉയർത്തുന്നുണ്ട്. അതിനെയൊക്കെ എഴുതാൻ പറ്റുന്ന ഏറ്റവും എന്താ പറയുക, ക്ലാസിക്കൽ എക്സാമ്പിളാണ് ഈ കേസെന്ന് പറയുന്നത്. പക്ഷെ അവിടെയും ഷാജി, എന്റെ ചോദ്യം ഇതായിരുന്നു, ഞങ്ങൾക്ക് ഈ സമയം അനുവദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബ്രിജ്ഭൂഷണെതിരെ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ പോകുന്നത്? കേസ് രജിസ്റ്റർ ചെയ്യുമ്പോഴും എന്തുകൊണ്ടാണ് ഒരു നടപടിയിലേക്ക് നീങ്ങാൻ കഴിയാതെ പോകുന്നത്? അത്രയും വ്യക്തമായ സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നിട്ടും, അതൊരു ലൈംഗിക പീഡന പരാതിയായിരുന്നിട്ടും, വിഭവകുമാറിനെതിരെ ലൈംഗിക പീഡന പരാതിയൊന്നും സ്വാതി മാലിവാൾ ഉന്നയിച്ചിട്ടില്ലല്ലോ, മർദ്ദന പീഡനമല്ലേ? അപ്പോൾ സ്വാഭാവികമായും ബ്രിജ്ഭൂഷൺ ഒരു നീതി, വിഭവകുമാറിനൊരു നീതി, അത് ഇരട്ടത്താപ്പാണ്. അല്ല, ബ്രിജ്ഭൂഷന്റെ കേസ് ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നത്? ഇതിനേക്കാൾ അപകടം പിടിച്ചതാണ് ബ്രിജ്ഭൂഷന്റെ കേസ്. നമുക്കറിയാം, അദ്ദേഹം അതായിക്കോട്ടെ, അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് രംഗത്ത് വിഭവകുമാറില്ല സാർ. തെരഞ്ഞെടുപ്പ് രംഗത്ത് ലൈംഗിക പീഡന പരാതിയിൽ കേസെടുക്കുന്നത് ഷാജി. അരുൺ, ഞാൻ പറയാൻ ശ്രമിച്ചതല്ല. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യ മുന്നണിയിൽ മത്സരിക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ്, നിങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഏതെങ്കിലും ഒരു നേതാവ്, നിങ്ങളുടെ ഈ അഴിമതിയുടെ ആരോപണം ഏൽക്കാത്തവരും ജയിലിൽ പോയവരും ജയിലിൽ കിടന്നവരൊക്കെയല്ലേ നിങ്ങളുടെ മത്സരിക്കുന്നത്? BJPയുടെ അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരൊറ്റ സ്ഥാനാർത്ഥി പോലും അഴിമതി ആരോപണത്തിൽപ്പെട്ടവരല്ല. ഞങ്ങളുടെ നേതാക്കന്മാരാരുമില്ല. നിങ്ങളുടെ മുഴുവൻ അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ചർച്ച ഷാജി രാഘവൻ, അജിത് പവാറിനെതിരെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നില്ലേ? പ്രഫുൽ പട്ടേലിനെതിരെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നില്ലേ? ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നില്ലേ? സുവേന്ദു അധികാരിക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ ബ്രിജിഭൂഷന്റെ വിഷയം എടുത്തിട്ടുകൊണ്ട് ആം ആദ്മി പാർട്ടിയിൽ ഇന്നുണ്ടായ അവരുടെ ആഭ്യന്തര കലാപമുണ്ട്, ഒരു പ്രശ്നമുണ്ട്. ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കെജ്രിവാൾ മുന്നോട്ട് വെച്ച 2 പോയിന്റാണ്. അതിനെയാണ് ഞാൻ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നത്. ഒരു ഭാഗത്ത് നിങ്ങളൊരു മർദ്ദന പീഡന പരാതിയിൽ 24 മണിക്കൂർ മുമ്പ് നടപടിയെടുക്കുന്നു, ലൈംഗിക പീഡന പരാതിയിൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയെടുക്കാതെ നിങ്ങൾ ഒരു നേതാവിനെ അഴിച്ചുവിട്ട് മകന് സീറ്റ് കൊടുക്കുന്നു കൈസർഗഞ്ചിൽ. അതാണ് സംഭവിച്ചത്. എന്തിനു ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് ശ്രീ ഷാജി രാഘവൻ? കുറ്റപത്രം സമർപ്പിച്ച് അറസ്റ്റ് പോലുമില്ല. പോക്സോ കേസാണ്, പോക്സോ കേസ്. അല്ലല്ല, തിരക്കൂട്ടാതെ ഞാനൊന്ന് സംസാരിച്ചോട്ടെ. സാറും ഒന്ന് തിരക്കൂട്ടെ. അവരെ തെരുവിലിട്ട് മർദ്ദിച്ചു.
അല്ലല്ല, അവരെ തിരുവനന്തപുരത്ത് ഞാൻ മർദ്ദിച്ചു. ചോദിക്കുന്നത് അവസാനം ഈ സാക്ഷി മാലിക്കിനെതിരെയും പുനിയയ്ക്കെതിരെയും നിങ്ങൾ കേസെടുത്ത വിഷയത്തിലെ പ്രതി അവർ സമരം ചെയ്തപ്പോ ആ സമരത്തിനെതിരെ കേസെടുത്തു നിങ്ങൾ. അവിടെയും സാക്ഷി മാലിക് അടക്കം അല്ല, പരാതിക്കാരിയാണ്. വിഷയത്തിൽ ആ പരാതിക്കാരിയുടെ പരാതിയിന്മേൽ ഒരു നടപടിയും എടുക്കാതെ സ്വാതി മലിവാളിനേക്കാൾ തിടുക്കപ്പെട്ട നടപടി എടുക്കുന്നത് എന്തുകൊണ്ടെന്നുള്ളതാണ് സ്വാതി ചോദ്യം. മലിവാളിനൊപ്പമോ അതിന് മുകളിലോ ആണ് സ്ഥാനം സാക്ഷി മാലിക്കിന്. അങ്ങനെയല്ലേ? അല്ല, ഇന്ത്യയുടെ അഭിമാനം വാനോളം നിർത്തിയ ഒരു ഗുസ്തി താരമല്ലേ? ആം ആദ്മി പാർട്ടിയുടെ അല്ലേ? പ്രതിനിധി സാമാന്യ പിന്നെ മര്യാദ എന്താ? പാലിക്കണം. അതിനെ താങ്കൾ ശരി, ശരി. പറഞ്ഞു ഞാൻ തിരിച്ചു വരാം. എനിക്ക് മറ്റു രണ്ട് അതിഥികളിലേക്ക് കൂടി പോകണം. നേരിട്ട് ആം ആദ്മി പാർട്ടി ബിജെപിയും തമ്മിലുള്ള വിഷയമായതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഞാൻ വന്നത്. അരുൺകുമാർ, ഡോക്ടർ അരുൺകുമാർ, ക്ഷമിക്കണം, ഡോക്ടർ അരുൺകുമാർ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി എന്റെ സമയം കവർന്നിട്ടുണ്ട്. നിങ്ങൾ അദ്ദേഹത്തെ നിയന്ത്രിക്കാതെ എന്റെ സമയം പങ്കെടുക്കുന്നത് സംസാരിക്കൂ. താങ്കൾ എങ്ങനെ സമീപിക്കും? ബ്രിജ്ഭൂഷണെതിരെ നടപടിയില്ല, വിഭവകുമാറിനെതിരെ നടപടി ഉണ്ടാകുന്നു. താങ്കൾ എങ്ങനെയാണ് സംസാരിക്കാൻ അവസരമില്ല. താങ്കൾ എങ്ങനെ ന്യായീകരിക്കും? അത് താങ്കൾ പറയൂ. വിഭവകുമാറിനെതിരെയുള്ള നടപടി, ബ്രിജ്ഭൂഷണെതിരെ നടപടിയില്ലാത്തതും താങ്കൾ എങ്ങനെ ന്യായീകരിക്കും? ഞാൻ ചോദിക്കുന്നത് ഇന്നിപ്പോ ഉയർന്നിരിക്കുന്ന വിഷയത്തിന്റെ പരാതിക്കാരി ആര്, പ്രതി ആര്? ഒരു പാർട്ടിയിലെ ആഭ്യന്തര കലാപം ചർച്ച ചെയ്യുമ്പോൾ അതിനെ മറയിടാൻ, അതിനെ മൂടി വെക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മറ്റു വിഷയങ്ങൾ വലിച്ചെടുക്കുന്നതാണ് രാഷ്ട്രീയ ഒരു പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നമാണെങ്കിൽ മാത്രമേ പോലീസ് ഇടപെടത്തുള്ളൂ. ഈ രാജ്യത്തെ എണ്ണം പറഞ്ഞ് മെഡലുകൾ കൊണ്ടുവന്ന സ്ത്രീ വനിതാ താരങ്ങളാണ് പരാതിക്കാരികൾ ഒരു ഭാഗത്ത്. ഇനി അവരൊന്നും വനിതാ താരങ്ങളല്ലെങ്കിലും ഒരു മെഡലും സ്വന്തമാക്കിയില്ലെങ്കിലും ഈ രാജ്യത്തെ ഒരു പെൺകുട്ടി തനിക്ക് ലൈംഗിക പീഡനം നേരിട്ടു എന്ന് പറഞ്ഞാൽ കേസെടുത്ത് ഇരുമ്പഴിക്കുള്ളിലാക്കണം. അതാണ് ചട്ടം. പക്ഷെ ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ നിങ്ങൾ അത് ചെയ്യുന്നില്ല. താരതമ്യേന അതിനേക്കാൾ തീവ്രത കുറഞ്ഞ മർദ്ദന പീഡനത്തിൽ നിങ്ങൾ കേസെടുക്കുന്നു. അല്ല, ഇരുമ്പഴിക്കാക്കണോ, അകത്താക്കണോ, പുറത്താക്കണോ എന്നുള്ള കോടതിയല്ല തീരുമാനം. കേസെടുത്തില്ല എന്ന് ഡോക്ടർ അരുൺകുമാർ ഉറപ്പുണ്ടോ? എവിടെ എന്നിട്ട് ഒരു ദിവസം പോലും നിങ്ങൾക്ക് ചോദ്യം ചെയ്ത് നിങ്ങൾക്ക് ശിക്ഷിക്കാൻ കോടതിയുടെ നടപടികൾക്ക് വിട്ടുകൊടുക്കാൻ കഴിയാതെ നിങ്ങൾ സംരക്ഷിച്ചു പിടിക്കുന്നു. അയാളുടെ മകന് സീറ്റ് കൊടുക്കുന്നു നിങ്ങൾ. ഡോക്ടർ അരുൺകുമാർ, നമ്മൾ അമേരിക്കയിലും മറ്റു പാശ്ചാത്യ രാജ്യത്തുമല്ല ജീവിക്കുന്നത്, അല്ലെങ്കിൽ അറബ് രാജ്യത്തിലല്ല, ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. നിങ്ങൾ ആരോപിച്ച ബ്രിജഭൂഷൺ MPയെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ, മുന്നണി എന്നുള്ള നിലയിൽ തെരഞ്ഞെടുപ്പ് പിക്ചറിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും മാറ്റി നിർത്തി. ഒന്ന്. രണ്ട്, അയക്കെതിരെ നടപടിയുണ്ട്, അയക്കെതിരെ കേസുണ്ട്. ബാക്കി ഫ്രീ ഹാൻഡിൽ വിട്ടു. പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അതാണ് ബ്രിജ്ഭൂഷന്റെ മകൻ. നിങ്ങൾ മാറ്റി നിർത്തിയ നേതാവിന്റെ മകൻ മത്സരിക്കുന്നു അച്ഛനു വേണ്ടി. അതെ, അതാണോ ബിജെപിയുടെ സ്ത്രീ സംരക്ഷണം? ഇതാണോ ബിജെപിയുടെ നാരീശക്തി? ഡൽഹിയിൽ നമ്മൾ കാണുന്നുണ്ടോ? പക്ഷേ നമ്മൾക്ക് ബ്രിജ്ഭൂഷന്റെ കാര്യത്തിൽ കാണാൻ കഴിയുന്നില്ല. യുപിയിൽ മറ്റൊരു നയം, ഡൽഹിയിൽ മറ്റൊരു നയം. ഇന്ന് യുപിയിലെ മറ്റൊരു ദൃശ്യത്തിന്റെ വാർത്ത കൂടി വന്നിട്ടുണ്ട്. ഞാൻ ദൃശ്യങ്ങളിലേക്കും ശബരിനാഥിലേക്കും ഇന്നിപ്പോൾ കോൺഗ്രസിനെതിരെ വലിയ ശക്തമായ ഒരു പ്രതികരണമാണ് മോദി നടത്തിയിരിക്കുന്നത്. മോദി പറയുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി റായ്ബറേലി ഉപേക്ഷിച്ച് മകനു വേണ്ടി ആ മണ്ഡലം കൈമാറിയിരിക്കുന്നു. കോവിഡിന് ശേഷം ഒരു തവണ പോലും റായ്ബറേലി സന്ദർശിക്കാത്ത സോണിയാഗാന്ധിയാണ് മകനു വേണ്ടി ആ മണ്ഡലം കൊടുത്തിരിക്കുന്നത് എന്നാണ് ഇന്ന് മോദി കുറ്റപ്പെടുത്തുന്നത്. മണ്ഡലത്തിൽ ദീർഘനാളായി പ്രവർത്തിച്ചൊരു പാർട്ടി പ്രവർത്തകരെ കണ്ടെത്താൻ പോലും അവർക്കായില്ലേ എന്ന് ജംഷഡ്പൂർ റാലിയിൽ സംസാരിക്കവേ മോദി ചോദിക്കുകയും ചെയ്യുന്നു. മറുപടി എന്താണ്? കോൺഗ്രസിനെ വീണ്ടും കടന്നാക്രമിക്കുകയാണ് മോദി. നമ്മൾ ഈ പുറത്തു പറയുന്ന വലിയ ആവേശമൊന്നും കോൺഗ്രസിന്റെ ആത്മവിശ്വാസത്തെ തെല്ലും ബാധിച്ചിട്ടില്ല എന്നതിന് തെളിവായിട്ട് വേണോ ഇത് കണക്കാക്കാൻ? നരേന്ദ്രമോദി കഴിഞ്ഞ ഒരു 10-15 ദിവസമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തുമാത്രം കൺട്രോൾ പോയ കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മോദിക്ക് ഗ്യാരണ്ടി എന്നുള്ള വാക്ക് ഇലക്ഷൻ്റെ 1ാം ഘട്ടത്തിന് ശേഷം അദ്ദേഹം ഉപയോഗിച്ചിട്ടേ ഇല്ല. അദ്ദേഹം ഇലക്ഷന് മുഴുവൻ അദ്ദേഹം ശ്രമിക്കുന്നത് കോൺഗ്രസിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം ഈ ഇലക്ഷൻ്റെ നറേറ്റീവ് ഒരുപക്ഷെ 2014-ലും 2019-ലും ഇലക്ഷൻ്റെ നറേറ്റീവ് സെറ്റ് ചെയ്തത് BJP ആണെങ്കിൽ ഈ ഇലക്ഷൻ നറേറ്റീവ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്നത് ഇന്ത്യ മുന്നണിയാണ്. അതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അസമത്വം അടക്കമുള്ള കാര്യങ്ങൾ, ഇവിടെയുള്ള വലിയ ജീവിത ചെലവടക്കമുള്ള കാര്യങ്ങൾ, ഇവിടെയുള്ള കൊടിയ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ, ജാതി സെൻസ് അടക്കമുള്ള കാര്യങ്ങൾ സാധാരണ ജനങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ടും ആ ചർച്ചകളുടെ ഭാഗമായി കൂടുതൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി കാറ്റുമാറി വീശുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നിരന്തരം കോൺഗ്രസിനെതിരെയുള്ള കള്ളവാർത്തകൾ പറഞ്ഞുകൊണ്ട്
മോദി മുന്നോട്ട് പോകുന്നത്. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു 5ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏകദേശം BJPക്ക് ലാഭമുണ്ടായിരുന്ന സീറ്റുകൾ പോകുന്ന ഒരു രീതിയിലേക്ക് തന്നെയാണ് പല കാര്യങ്ങളും പല ആളുകളും പറയുന്നത്. ഇതൊക്കെ കൊണ്ടുള്ള ഭീതിയിൽ അവർ കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യുക, അവരെല്ലാ അസ്ത്രങ്ങളും ഉപയോഗിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മതപരമായി വർഗീയമായി ഇന്ത്യ വിഭജിക്കാൻ നോക്കുന്നു. ഇവിടെ ദക്ഷിണേന്ത്യയിലെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, നോർത്ത് ഇന്ത്യയിൽ പോയി പറയുകയാണ് ദക്ഷിണേന്ത്യ വേറെ സംസ്ഥാനമാക്കാൻ കോൺഗ്രസും ഇന്ത്യ മുന്നണി നോക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ക്രിക്കറ്റ് ടീമിനെ ആളുകളുടെ മതപരമായി എടുക്കുമെന്നുള്ള നുണകൾ പറയുന്നു. ഇവിടെ കോൺഗ്രസ് വന്നാൽ അയോധ്യ മന്ദിര ക്ഷേത്രം പൊളിക്കുമെന്നുള്ള നുണ പറയുന്നു. അപ്പോൾ ഓരോ പ്രദേശത്ത് വന്നുകൊണ്ടുകൊണ്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. പിന്നെ റായ്ബറയിലെ കാര്യം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ശ്രീമതി സോണിയാഗാന്ധി അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അത്തരത്തിലുള്ള പബ്ലിക് പ്രോഗ്രാമുകൾക്ക് പോകുന്നില്ല. പക്ഷേ ഏറ്റവും മികച്ച ഒരു MP ആയ റായ്ബറയിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് സോണിയാഗാന്ധി പോകുന്നുണ്ടെന്നുള്ളത് അവിടുത്തെ സാധാരണക്കാരുടെ ആളുകൾക്കറിയാം. അതിൻ്റെ ഒരു വലിയ വിജയം തന്നെ തുടർച്ചയായി ശ്രീ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുമെന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ മീറ്റിംഗ് നടന്ന ഫൂൾപൂറിൽ ഏകദേശം 1 ലക്ഷം ആളുകൾ പ്രതീക്ഷിച്ച ഫൂൾപൂരിൽ 3 ലക്ഷത്തിൽ കൂടുതൽ ആളുകളാണ് വന്നത്. അതുകൊണ്ട് പ്രസംഗിക്കാൻ പോലും കഴിയാത്ത ആളുകളുടെ കുത്തൊഴുക്ക് ഫൂൾപൂറിൽ വന്നതുകൊണ്ട് ഫൂൾപൂറിലെ യോഗത്തിൽ രാഹുൽ ഗാന്ധിയും ശ്രീ അഖിലേഷ് യാദവും എല്ലാവരെയും പ്രവർത്തകരെ ഒന്ന് ജസ്റ്റ് സംസാരിച്ചിട്ട് അവർ വീണ്ടും പോയത് നമ്മുടെ അലഹബാദ് യോഗത്തിലേക്കായിരുന്നു. അപ്പോൾ വലിയ തരംഗമായി കോൺഗ്രസിൻ്റെ ത്രിവർണ്ണ പതാക ഏന്തിക്കൊണ്ട് ആളുകൾ പോവുകയാണ്. ഇതൊന്നും പാർട്ടി സ്വരൂപിച്ച് വരുന്ന ആളുകളല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും BJP പറയും ഇലക്ഷൻ നടക്കുമ്പോൾ ആളുകളെ UPയിൽ വേറെ സംസ്ഥാനങ്ങളിൽ കൊണ്ടുവരികയാണ്. ഇത് എല്ലായിടത്തും ഇലക്ഷൻ നടക്കുകയാണ്. ഇത് UPക്കകത്ത് കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയുടെ ഒരു റിസർജൻസ് ഉണ്ടാകുന്നതിൻ്റെ ഉദാഹരണം കണ്ടുകൊണ്ടാണ് വേണ്ടാത്ത കാര്യങ്ങൾ മോദി പറയുന്നത്. ഇനിയുമുള്ള ഈ പറയുന്ന 5ാം ഘട്ടം അടക്കമുള്ള ഘട്ടങ്ങൾ UPയിലെ സീറ്റുകൾ ഭൂരിഭാഗവും BJP ജയിച്ചതാണ്. മഹാരാഷ്ട്രയിലെ 13 സീറ്റുകളിൽ 13ഉം BJP ജയിച്ചതാണ്. ആ 13 സീറ്റുകളിൽ ഇപ്രാവശ്യം 2ഓ 3ഓ സീറ്റോ മാത്രമേ BJP കിട്ടുകയുള്ളൂ എന്നാണ് അവരുടെ സർവേ തന്നെ പറയുന്നത്. പിന്നെ നിങ്ങൾ ബീഹാറിലേക്ക് പോവുകയാണെങ്കിൽ, നിങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണെങ്കിലൊക്കെ BJPക്കെതിരെയുള്ള ഒരു തരംഗം വരുന്നത് കൊണ്ട് അതിനെ മാറ്റുവാൻ വേണ്ടി ഇവരെന്ത് വൃത്തികേടും പറയും, എന്ത് നുണയും പറയും. ശ്രീ കേജ്രിവാളിനെതിരെയുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വാതി മേനവാലിൻ്റെ വിഷയം, അതിൽ എത്രയോ കൃത്യമായിട്ടുള്ള നിലപാടാണ് കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും പറയുന്നത്. അവർ 2-3 വീഡിയോ റിലീസ് ചെയ്തു. ആ വീഡിയോയിലൊക്കെ ആ ഓഫീസിലേക്ക് പോകുന്ന ആളിനോട് വളരെ മര്യാദയ്ക്കാണ് പോലീസ് സംസാരിക്കുന്നത്. അവരെ പോലീസ് അതിനുശേഷം അവരെ പിടിച്ചുകൊണ്ട് ഓഫീസിന് വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. ഇതിന് ആ കാര്യങ്ങൾ പോലും മറച്ചു വെച്ചുകൊണ്ട് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഡൽഹിയിൽ BJPക്ക് അടിയിലായതുകൊണ്ടും കേന്ദ്ര സർക്കാർ അടിയിലായതുകൊണ്ടും ആ കേസ് പോലും തിരിച്ചു പറിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇവിടെ BJPയുടെ പ്രധാനപ്പെട്ട ഇവിടെ സോണിയാഗാന്ധിയെ മാറ്റി രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന കഥ പറഞ്ഞു. ഇവിടെ ബ്രിജ്ഭൂഷണെ ആ സീറ്റിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിൻ്റെ മകനെയാണ് മത്സരിപ്പിക്കുന്നത്. കാരണം ബ്രിജ്ഭൂഷണെതിരെയുള്ള ലൈംഗികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ 1ഓ 2ഓ താരങ്ങളല്ല, ഒളിമ്പിക്സിൽ മത്സരിച്ച് ജയിച്ച താരങ്ങളടക്കം 10ഓ 15ഓ വനിതാ താരങ്ങൾ 10-12 വയസ്സുള്ള പെൺകുട്ടികളാണ് സമയങ്ങൾക്ക് മുതൽ എങ്ങനെ അദ്ദേഹം അവരെയൊക്കെ ലൈംഗികമായി ചേഷ്ടകൾ കാണിച്ചു. മോദി രാഹുലിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം യാഥാർത്ഥ്യമായി. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതിന് മുമ്പ് മോദി പ്രവചിച്ചു, നിങ്ങൾ വയനാടിൽ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി വയനാടൻ ജനതയെ വഞ്ചിച്ച് റായ്ബറേലിയിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം സമാനമായ രീതിയിൽ 2 മണ്ഡലങ്ങളിൽ അദ്ദേഹം മത്സരിക്കുന്നു. ഒരു മണ്ഡലം അദ്ദേഹം ഒഴിഞ്ഞേ മതിയാവൂ. അപ്പം മോദി വിമർശിക്കുന്ന ചില കാര്യങ്ങളിൽ യാഥാർത്ഥ്യമാവുന്നു. ചില കാര്യങ്ങൾ അദ്ദേഹം പരിവാർ ഭരണമാണെന്ന് പറയുന്നു. ആ പരിവാർ ഭരണത്തിന്റെ ഭാഗമായി ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയുടെ അളിയൻ റോബർട്ട് വദ്ര അമേഠിയിൽ കണ്ണുവയ്ക്കുന്നു, റായ്ബറേലിയിൽ കണ്ണുവയ്ക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അല്ല, നിങ്ങൾ അത് വിഷമിക്കണം ഡോക്ടറിനെ. 2014 നരേന്ദ്രമോദി ഗാന്ധിനഗറിലും വാരാണസിയിലും മത്സരിച്ചില്ലേ? അപ്പോൾ ഇതൊക്കെ പലപ്പോഴും പ്രധാനപ്പെട്ട നേതാക്കൾ 2 സീറ്റുകൾ മത്സരിക്കാറുണ്ട്. നരസിംഹറാവു മത്സരിച്ചിട്ടുണ്ട്, എനിക്ക് ദേവഗൌഡ മത്സരിച്ചിട്ടുണ്ട്, ശ്രീമതി ഇന്ദിരാഗാന്ധി മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ലോക്സഭാ ഇലക്ഷനിൽ പല പ്രദേശങ്ങളിൽ മത്സരിക്കുക എന്നുള്ളത് ഒരു ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ആരും അനാഥരാകത്തില്ല. സനാഥരായിട്ട് തന്നെ കോൺഗ്രസ് രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പുറപ്പാടിൽ എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പോകുമ്പോൾ അതിൽ ഭീതി പൂണ്ട് BJP ലക്കും ലഗാനുമില്ലാത്ത കാര്യങ്ങൾ പറയുന്നതിന് നമ്മൾ സ്വീകരിക്കുന്നു. അവർ കൂടുതൽ കാര്യങ്ങൾ പറയട്ടെ. പക്ഷെ അവരിങ്ങനെ പറയുന്നതുകൊണ്ട് ജനങ്ങൾ കോൺഗ്രസ് പറയുന്ന കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും മുന്നോട്ട് പോകും. നോക്കൂ, ഈ ഇന്ത്യ മുന്നണി അരവിന്ദ് കെജ്രിവാളിന്റെ വരവോടുകൂടി ഒരു കൂടുതൽ ഊർജ്ജം പ്രാപിച്ചു വരുന്ന ഘട്ടത്തിലാണ് സ്വാതി മലിവാളിന്റെ ആരോപണം ഉണ്ടാവുന്നതും ഇന്നിപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നതും ഒക്കെ കാണുന്നത്. ഈ ആഖ്യാനങ്ങളുടെ ഗതി മാറുന്നുണ്ടോ? ഫുൽപൂരിൽ വലിയ ആവേശകരമായ കാഴ്ച നമ്മൾ കാണുന്നു. എന്നാൽ ഡൽഹിയിൽ സ്വാതി മലിവാളിന്റെ അറസ്റ്റ് രാജ്യമെമ്പാടും ചർച്ച ചെയ്യുന്നൊരു വിഷയമായി മാറുകയും ചെയ്യുന്നു. ഇത് 3 ഘട്ടങ്ങൾ, അതും നിർണായകമായ 3 ഘട്ടങ്ങളിൽ സ്വാതി മലിവാളിന്റെ ആരോപണവും ഈ സ്വാതി മലിവാളിന്റെ പരാതിയും അരവിന്ദ് കെജ്രിവാൾ പ്രതിരോധ
പ്രതിരോധത്തിലായി എന്നുള്ള BJPയുടെ നിലപാടിനെയും താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഫുൽപൂരിലെ ആവേശക്കാഴ്ച ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്ന ജനപിന്തുണയുടെ തെളിവായിട്ടാണോ നമ്മൾ കണക്കാക്കേണ്ടത്? ഡോക്ടർ അരുൺകുമാർ, നമ്മുടെ ഈ ചർച്ച ആരംഭിച്ചപ്പോൾ ഏതാണ്ട് ഒരു അരമണിക്കൂറാവുകയാണ്. ഞാനൊരു 4 അല്ലെങ്കിൽ പരമാവധി 5 മിനിറ്റ് മാത്രമേ താങ്കളിൽ നിന്ന് അഭ്യർത്ഥിക്കുന്നുള്ളൂ. ഇവിടെ ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടം ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടിയല്ലേ ഉള്ളൂ പിന്നിടാനായി. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഇത്തരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ വന്നാലും BJP ഉന്നയിച്ചാലും അല്ല തിരിച്ച് ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ച് നടന്നാലും ജനങ്ങളെ സംബന്ധിക്കുന്നതായ ജീവൽ സംബന്ധിയായ വളരെ അടിയന്തരമായി പരിഹരിക്കേണ്ടതായിട്ടുള്ള സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള വിഷയങ്ങൾ ഇറ്റ്സ് ബേണിംഗ് ഇഷ്യൂസാണ്. ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് തന്നെയാണ്. പട്ടിണി, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, രൂക്ഷമാകുന്ന അസമത്വം, ശതകോടീശ്വരന്മാരുടെ കൈകളിലേക്ക് തങ്ങളുടെ വിഭവങ്ങളും സമ്പത്തും സ്വത്തും ഭൂമിയും എല്ലാം വന്നെത്തിച്ചേരുന്നത്, ഭരണകൂടവും ഈ ശതകോടീശ്വരന്മാർ വലിയ കോർപ്പറേറ്റുകളും ചേർന്നുള്ള അവിശുദ്ധ സഖ്യം. ഇവിടെ ഈ തൊഴിലുകൾ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലുമായി ഏതാണ്ട് 20 ലക്ഷത്തോളം തൊഴിലുകൾ ആ വേക്കൻസികൾ നികത്തപ്പെടാതെ പുതുതായി ഏതെങ്കിലും തൊഴിലായി അങ്ങനെ സൃഷ്ടിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. റിട്ടയർ ചെയ്ത് പോയവരുടേതായിട്ടുള്ള കസേരയും മേശയും തന്നെ പുറത്തു പോകുന്ന അവസ്ഥയിലേക്ക് എത്തുക. ലോകത്തിലെ സൈനിക ശേഷിയിൽ 4ാമത് നിൽക്കുന്നതായിട്ടുള്ള രാഷ്ട്രമെന്ന് അഭിമാനിക്കുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഈ രാഷ്ട്രത്തിലെ പട്ടാളത്തിൽ തന്നെ വലിയൊരു വിഭാഗത്തെ കരാർവൽക്കരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക. ഇവിടെ ഈ അതിരൂക്ഷമായ നിലയിലേക്കുള്ള ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങൾ കർഷകർ മുതൽ വീട്ടമ്മമാർ വരെ ഏറ്റെടുക്കുകയാണ്. BJPയുടേതായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ യോഗങ്ങൾ അവിടെ ഹരിയാന പോലൊരു സംസ്ഥാനത്ത് നടത്താൻ കഴിയാതാവുക, സ്ഥാനാർത്ഥിയോടൊപ്പം 40 വാഹനങ്ങളുടെ വ്യൂഹം ചെല്ലുമ്പോൾ അതിൽ 1 ഡസൻ വാഹനങ്ങൾ പോലീസുകാർ മുന്നേ എത്തി തന്നെ അവിടെ കർഷകർ സംഘടിച്ചിട്ടുണ്ടോ, അവിടെ പ്രതിഷേധമുണ്ടോ, കരിങ്കൊടി ഉണ്ടോ, ഇതെല്ലാം നോക്കിയിട്ട് മാത്രം അത്തരത്തിൽ നടത്തേണ്ടി വരുന്ന അല്ലെങ്കിൽ അത് റദ്ദാക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് BJP എത്തുക. BJPയുടെ തന്നെ അവരുടെ ശക്തി കേന്ദ്രങ്ങളുള്ള ലോക്സഭാ മണ്ഡലത്തിൽ അവർ വിചാരിക്കുന്നത് പോലുള്ള പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിക്കാൻ കഴിയാതാകുന്നത് വല്ലാതെ ചങ്കിടിപ്പ് അവരിലേക്ക് എത്തിക്കുക. ഇപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ മാത്രമല്ല ഡോക്ടർ അരുൺകുമാറെ ഭയം എന്നുള്ളത്, വാക്കുകളെ ഇത് ഇന്നലെ പുറത്തിറങ്ങിയ ഒരു പത്രമാണ് ദേശാഭിമാനി, ഞാനതെടുത്ത് കാണിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വാക്കുകളെ പേടിക്കുകയല്ലേ ഇന്ത്യ ഗവൺമെൻറ്? വാക്കുകളെ പേടിക്കുന്നു. വർഗീയ ഏകാധിപത്യ ഭരണകൂടം, ഭയമാണ്, പറയാൻ പാടില്ല. എവിടെ? ദൂരദർശനിലും ആകാശവാണിയിലും. കിരാത നിയമങ്ങൾ എന്നൊരു വാക്ക്, ഡ്രാക്കോണിയൻ ലാസ് എന്നൊരു വാക്ക് പറയാൻ പാടില്ല, ഭയമാണ്. ആർക്ക്? ഇന്ത്യ ഗവൺമെൻറ്റിന്. മുസ്ലിം എന്നൊരു പദം ഉപയോഗിക്കാൻ പാടില്ല, ഭയമാണ് ഇന്ത്യ ഗവൺമെൻറ്റിന്. ഇവിടെ ഇലക്ട്രൽ ബോണ്ടുകളെ സംബന്ധിച്ച് പറയാനേ പാടില്ല, മിണ്ടാൻ പാടില്ല, ചുപ്രഹോ എന്നുള്ള നിലയിലേക്കാണ്. എന്താണിത് സൂചിപ്പിക്കുന്നത്? നമ്മുടെ ദൂരദർശനും ആകാശവാണിയും എല്ലാം വർഷങ്ങളായി അതെല്ലാം തന്നെ പൂർണ്ണമായി അത്തരത്തിൽ RSSൻ്റെ നിയന്ത്രണത്തിലേക്ക് BJP എന്ന് മാത്രമല്ല ആ വിധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ചർച്ചകൾ നടത്തുമ്പോൾ പലപ്പോഴും വ്യത്യസ്ത രാഷ്ട്രീയമായിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ഏറ്റെടുക്കാറുണ്ടല്ലോ. ദൂരദർശനും ആകാശവാണിയിലും നിങ്ങൾ നോക്കൂ, അവിടെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായിട്ടുള്ള അജണ്ട അത്തരത്തിൽ ഫിക്സ് ചെയ്ത് അത് മാത്രം അത്തരത്തിൽ ചർച്ച നടത്തുക എന്നുള്ളത് അതിന്ന് പരസ്യമായ രഹസ്യം മാത്രമല്ല, അത് എസ്റ്റാബ്ലിഷ്ഡ് നോമായി അത് മാറിയിരിക്കുകയാണ്. നമ്മുടെ BJP ഇപ്പോൾ ഈ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞുവല്ലോ. ഞാനൊരു 2 മിനിറ്റ് എടുത്ത് ചുരുക്കാം. അരുണേ, നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതുകൊണ്ട് ഇതിൻ്റെയൊന്നും വ്യാഖ്യാനങ്ങളോ ഇതിൻ്റെയൊന്നും തന്നെ അതിൻ്റെ രൂക്ഷതയോ കുറയുന്നില്ല. 2002 ഗുജറാത്തിൽ 21 വയസ്സുള്ള ഗർഭിണിയായ ഒരു സ്ത്രീ കൂട്ടബലാത്സംഗത്തിന് വിധേയമായി എന്ന് മാത്രമല്ല അവരുടേതായ 3 വയസ്സു മാത്രം പ്രായമുള്ള നൊന്തുപെറ്റ മകൾ ഉൾപ്പെടെ ആ കുടുംബത്തിലെ 7 പേർ അവരുടെ കൺമുന്നിൽ വെച്ച് വധിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു. RSSകാരാണ്, BJPക്കാരാണ് അവിടെ പ്രതികൾ. എങ്ങനെയായിരുന്നു കാര്യങ്ങൾ നടന്നത്? ഇവിടെ ഇപ്പോൾ നമ്മൾ ബ്രിജ്ഭൂഷൻ്റെ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, കത്തോയിലെ കാര്യവും അതല്ല എങ്കിൽ അതിനു മുമ്പ് നമ്മൾ ഈ ഉന്നാവോയിലെ കാര്യങ്ങളും ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇവിടെ എല്ലാം എടുക്കുന്ന ഒരു നിലപാട് എങ്ങനെയാണ്? ഗുജറാത്ത് പോലുള്ളൊരു സംസ്ഥാനത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ?
ഒരിടത്തും പരാതി വരരുത്, വന്നാൽ പോലീസ് സ്റ്റേഷനിൽ സ്വീകരിക്കരുത്, സ്വീകരിക്കേണ്ടി വന്നാലും അതിൻ്റെ അക്നോളജ്മെന്റ് കൊടുക്കരുത്, അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യരുത്, രജിസ്റ്റർ ചെയ്താലും അത് കോടതിയിലെത്തരുത്, അറിയാമല്ലോ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെ കേസ് വരുമ്പോൾ അവർ മൗനം പാലിക്കുന്നു. പക്ഷേ സ്വാതി മലിവാളിന്റെ പരാതിയിൽ കേസെടുത്തതിൽ CPM-ന് എതിർപ്പുണ്ടോ? സമ്പത്ത് അന്വേഷിക്കട്ടെ. ഇക്കാര്യത്തെ സംബന്ധിച്ച് ഏത് വനിതയായാലും ഏത് പുരുഷനായാലും ഒരു ഇന്ത്യൻ പൗരൻ മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ പരാതിയെ സംബന്ധിച്ച് നിഷ്പക്ഷവും നീതിപൂർവവുമായ അന്വേഷണം നടക്കണമെന്നുള്ളതാണ്. അത് പൊളിറ്റിക്കൽ വെണ്ടറ്റയായിട്ട് ഉപയോഗിക്കാനുള്ളൊരു കാര്യത്തെ സംബന്ധിച്ചല്ല. ഇവിടെ BJP-യുടെ നേതാക്കൾ എന്താ പറയുന്നത്? ഞങ്ങളെല്ലാം പരിശുദ്ധന്മാരാണ്, പരിശുദ്ധന്മാർ എന്നുള്ള നിലയിലേക്കാണ്. പാരിശുദ്ധൻ, പരിശുദ്ധൻ, പരമകള്ളൻ എന്ന് ഇൻവെർട്ടഡ് കോമയിൽ കുട്ടികൾ പറയില്ലേ, അങ്ങനെ ചില കോട്ടുകൾ അതുപോലെയല്ലേ. ഇതെന്താ ഇവിടെ ഇങ്ങനെ അവരിങ്ങനെ എന്താ ഒരു ലോണ്ടറി മെഷീനായിട്ട് മാറുകയാണ്? ഇന്ന് ആസാം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന കാലത്ത് അന്നാണല്ലോ BJP-ക്കാർ തന്നെ പറഞ്ഞത് അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തു എന്നുള്ളതായിരുന്നു പരാതി. എന്നിട്ടോ ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചു. ആര്? BJP തന്നെ. അദ്ദേഹം BJP-യിലേക്ക് വരികയും മുഖ്യമന്ത്രിയാക്കുകയും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധനായി മാറിയോ? താങ്കൾ ഇവിടെ ഡോക്ടർ അരുൺകുമാർ തന്നെ പറഞ്ഞ നിരവധി പേരുകളുണ്ട്. BJP-യിലേക്ക് വരിക, എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും അലക്കി വിളിപ്പിച്ച് അതോടുകൂടി അവരെ എല്ലാവരും തന്നെ പരിശുദ്ധമാക്കുന്നു. അപ്പുറത്ത് അവരെല്ലാവരും തന്നെ അഴിമതിക്കാരാണ്, അവരെല്ലാവരും തന്നെ കള്ളന്മാരാണ്, അവരെല്ലാവരും തന്നെ നമ്മൾ പടിയടച്ച് പിണ്ടം വെക്കേണ്ടവരാണ് എന്നുള്ള നിലയിലേക്ക് ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്തെല്ലാം നിഷിദ്ധമായിരുന്നോ, ചെയ്യാൻ പാടില്ലാത്തതായിരുന്നോ, ചീത്തയാണെന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമോ, അതെല്ലാം ഇന്ന് നല്ലതാണ് BJP പ്രതിനിധി. ഫുൽപൂരിൽ 3 ലക്ഷത്തിലധികം ആളുകളാണ് ഒരു റാലിയിലേക്ക് ഒഴുകിയെത്തുന്നത്. നിയന്ത്രിക്കാൻ കഴിയാത്ത രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവിനും വേദി വിടേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ജനമൊരു സാഗരമായി ഇളകി മറിയുകയാണോ? ഉത്തർപ്രദേശിലും ഡൽഹിയിലും ഹരിയാനയിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് സംസാരിക്കാൻ പോലും പറ്റാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അവിടെ കർഷകരോഷം ശക്തമാണ്. റോത്തങ്കിലാണെങ്കിലും ശരി, സിർസയിലാണെങ്കിലും ശരി, ഹിർസയിലാണെങ്കിലും ശരി. പഞ്ചാബിലും സമാനമായ പ്രതിരോധം BJP നേരിടുന്നു. അവിടെയും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഇരുമുന്നണികളായി മത്സരിക്കുമ്പോൾ പോലും BJP-ക്ക് നിലം തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ചിത്രം മാറുകയാണോ? ഫുൽപൂരിലെ കാഴ്ച നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ ഷാജി രാഘവൻ? ഇല്ല ഡോക്ടർ അരുൺ, നമ്മൾ ഈ 2019 തെരഞ്ഞെടുപ്പ് ഒന്ന് ഓർത്താൽ മതി. എന്തായിരുന്നു ഇവരന്ന് പറഞ്ഞത്? 2014 ഒരു ചക്ക വീണപ്പോൾ ഒരു മൊയിലെത്തു. ആ തത്വം പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന CPM-ഉം കോൺഗ്രസും ഒക്കെ കേരളത്തിലും രാജ്യത്തുമൊക്കെ പറഞ്ഞു നടന്നത്. നമുക്കറിയാം 2019 നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ മുമ്പ് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പോസിറ്റീവായ ക്യാമ്പയിനിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്നത്. എന്താ പ്രതിപക്ഷം ചെയ്യുന്നത്? എന്താ ഇന്ത്യ മുന്നണി ചെയ്യുന്നത്? അവരന്നു വീണ് കിട്ടുന്ന വിഷയമാണ്. ഇന്നിപ്പോൾ ഏറ്റവും അവസാനത്തെ വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു പാർട്ടിയിലെ ഒരു MP-ക്കെതിരെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് നടത്തിയിട്ടുള്ള അസോൾട്ട്, കയ്യേറ്റം. ആ കയ്യേറ്റത്തെ പോലും രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കെതിരെ ഒരു വിഷയമാക്കാനുള്ള പരിശ്രമമാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, സാധാരണ ശബരിനാഥൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ കുറച്ചും കൂടെ അദ്ദേഹം വളരെ ന്യായീകരിക്കുക അതിനെ. അപ്പം നിങ്ങൾ ബ്രിജേഷ് ഭൂഷന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു വളരെ ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ബുൾഡോസർ വെച്ച് രാമക്ഷേത്രം തകർക്കുമെന്നാണ്. ബുൾഡോസർ വെച്ച് രാമക്ഷേത്രം തകർക്കുമെന്ന് പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നതാണോ പോസിറ്റീവ് ക്യാമ്പയിൻ? ഞാനും ചോദിച്ചോട്ടെ ഡോക്ടർ അരുൺ, ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷികൾ ഇപ്പം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ബഹുമാന്യനായ സമ്പത്ത് പറയുന്നു ഗുജറാത്ത് കലാപം. ആ ഗുജറാത്ത് കലാപത്തിലെ പ്രതികളാരാ? BJP-ക്കാരാണ്, RSS-കാരാണ്. എത്ര കാലമായിട്ട് ഇവരിതൊക്കെ കേരളത്തിൽ പറയുക? ഇത് പറയുന്ന പാർട്ടി ഏതാണ് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം പോലും ഇവർ ഫാസിസത്തെ പറ്റിയിട്ടോ ഏകാധിപത്യത്തെ പറ്റിയിട്ടോ പറയുന്നത്. സ്വന്തം പാർട്ടിക്കുള്ളിൽ ഒരാൾ നേതൃത്വത്തിനെതിരെ പറഞ്ഞപ്പോൾ 56 വെട്ടി കൊലപ്പെടുത്തിയ പാർട്ടിയുടെ ആൾക്കാരാണ് ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ജനാധിപത്യത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നത്. ബോംബുണ്ടാക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ബോംബുണ്ടാക്കിയത്? രാഷ്ട്രീയ എതിരാളികളെ ഈ കേരളത്തിൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ബോംബുണ്ടാക്കിയവർക്ക് വേണ്ടി സ്മാരകം പണിയാൻ പോവുകയാണ്. അവരാണ് ചർച്ചയിൽ വന്നിട്ട് ഈ വലിയ മഹത്തായിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ ഈ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഞാൻ അടിവരയിട്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മുമ്പോട്ട് വെച്ച പോസിറ്റീവ് ക്യാമ്പയിനിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തെ ഞങ്ങളുടെ നേട്ടങ്ങളാണ്. 47 ആകുമ്പോഴത്തേക്ക് രാജ്യം എത്താൻ പോകുന്ന ഒരു അമൃത കാലമുണ്ട്.
ആ കാലത്തിലേക്കുള്ള റോഡ് മാപ്പ് വളരെ കൃത്യമായി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ആ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ശരിക്കും അതിനെ ഷാജി ഫലപ്രദമായി രാഘവൻ നേരിടാൻ സാധിക്കാത്തത് ജയിലിൽ നിന്ന് ഞാൻ പുറത്തേക്ക് നേരത്തെ വരുന്ന അരവിന്ദ് സൂചിപ്പിച്ചതുപോലെ കെജ്രിവാള് ഗ്യാരണ്ടി അവതരിപ്പിച്ചപ്പോൾ നിങ്ങളൊന്ന് നടുങ്ങിയില്ലേ? നിങ്ങളൊന്ന് വിറച്ചില്ലേ? ശരിക്കും വിറച്ചത് ഡോക്ടർ അരുൺ ഞങ്ങളല്ല, കോൺഗ്രസ് ആണ്. 3 ദിവസം രാഹുൽ ഗാന്ധി പിക്ചറിന്നില്ലാതെ പോയി. ശരിക്കും വിറച്ചത് കോൺഗ്രസ്. ഞങ്ങൾക്ക് എന്തിനു വിറക്കണം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, താങ്കൾ ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലാണ് അവരുടെ മിനിമം 10-20 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് പഞ്ചാബിലും ഡൽഹിയിലുമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടി ഒന്നും ഞങ്ങളെ സംബന്ധിച്ചോളം ഒരു രാഷ്ട്രീയ എതിരാളികളായിട്ട് ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ഞാനൊന്ന് വിനോദിലേക്ക് പോയി വരാം. വിനോദ്, നിങ്ങളെ രാഷ്ട്രീയ എതിരാളികളായിട്ട് BJP കണ്ടിട്ടേ ഇല്ല. ആകെ 20-23 സീറ്റുകളിൽ മത്സരിക്കുന്ന ആം ആദ്മി പാർട്ടിയുമായി BJP കൊമ്പ് കോർക്കാനില്ല. നിങ്ങൾ ചിത്രത്തിലേ ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊന്നും വലിയ വിഷയമായി BJP കണക്കിലാക്കുന്നില്ലെന്നും മാത്രവുമല്ല BJP 125 ദിവസത്തെ കർമ്മ പദ്ധതി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അടുത്ത തവണ സർക്കാർ രൂപീകരിച്ചതിന് ശേഷം. അങ്ങനെയാണ് മോദി പറയുന്നത്. വിനോദ്, കർമ്മ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചത് ഇലക്ഷനൊക്കെ തൊട്ട് മുമ്പാണ്. ആ ആവേശവും ആ പറയുന്ന കോൺഫിഡൻസ് ഒന്നും ഇപ്പോൾ അവർക്കില്ല. പിന്നെ ഒരു കാര്യം പറയാം, എൻ്റെ ചർച്ച കഴിഞ്ഞതിന് ശേഷം ശ്രീ ഷാജി രാഘവൻ പറഞ്ഞത് അരുൺകുമാറിന് ചില ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം മുട്ടി എന്ന് പറഞ്ഞത്. പക്ഷേ ചില ചോദ്യങ്ങൾ തിരിച്ച് അങ്ങും അതിൻ്റെ ഇടയ്ക്ക് ഞാനും ചില ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു. അദ്ദേഹം ഉത്തരം ഉണ്ടായിരുന്നില്ല, ബബ്ബ പേടിച്ച് അദ്ദേഹം പോയി. പക്ഷേ അതിനുശേഷം മറ്റൊരു കാര്യം ഇവിടെ ശ്രീ സമ്പത്ത് അടക്കം സൂചിപ്പിച്ചു. അത് പറഞ്ഞു പോകാൻ കഴിയാതെ ഒരുപാട് പേരാണ് ചർച്ചയാണെന്ന് മാത്രം പറയാം. ഗുജറാത്ത് സംസാരിച്ചതുകൊണ്ട് താങ്കൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ശരി. അല്ല, വിനോദിന്റെ ചോദ്യത്തിലേക്ക് വരട്ടെ. വിനോദിന്റെ ചോദ്യത്തിലേക്ക് വരും. നമുക്ക് ഷാജിയോട് ചോദിക്കാം. എന്റെ ചോദ്യം ഇതാണ്. ഇവിടെ ശ്രീ സമ്പത്ത് അടക്കമുള്ളവർ അങ്ങും ഇപ്പോൾ സൂചിപ്പിച്ചു ഗോദ്ര കലാപത്തെ പറ്റി. ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന 19 വയസ്സുള്ള സ്ത്രീ, നമുക്കറിയാം രണ്ടിക്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് അവള് പലായനം ചെയ്യുമ്പോൾ മറ്റൊരു ചബർപദ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് പലായനം ചെയ്യുമ്പോൾ അവളുടെ കൂടെ 3 വയസ്സുള്ള ഒരു കുഞ്ഞും അവളുടെ ഉദരത്തിൽ 5 മാസം പ്രായമുള്ള ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു. ഗർഭിണിയായിരുന്നു. അവളുടെ കുടുംബാംഗങ്ങളുടെ കൂടെയാണ് അവൾ പലായനം ചെയ്യപ്പെട്ടു പോയത്. മറ്റൊരു ഗ്രാമത്തിൽ വെച്ച് ഈ പറയുന്ന സംഘപരിവാർ തീവ്രവാദികൾ ചേർന്ന് അവളെ ബലാത്സംഗം ചെയ്യുകയും അവിടെ കൂട്ടത്തിലുള്ളവരെ കൊല്ലുകയും ചെയ്ത കേസിൽ ഇവിടെ സമ്പത്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഗുജറാത്തിൽ പോലീസ് കേസെടുത്തില്ല. അവസാനം സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി CBIയോട് പറഞ്ഞു കേസ് അന്വേഷിക്കാൻ. കേസ് അന്വേഷിച്ചു. അവസാനം ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്ന് ബോംബെയിലേക്ക് വിചാരണ മാറ്റി. ബോംബെ കോടതി ഈ പ്രതികൾ ജീവപര്യന്തം ശിക്ഷ കൊടുത്തു. ആ ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരെ അതിൽ ഒരു പ്രതി സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി എന്ത് ചെയ്തു? ജില്ലാ കളക്ടറെ നിയോഗിച്ചു ഇത് പഠിക്കാൻ. ജില്ലാ കളക്ടറുടെ പേര് കളക്ടർ സുജാൽ മായത്ര. ആ റിപ്പോർട്ടിന്റെ ബേസിൽ നമുക്കറിയാം കഴിഞ്ഞ 2021 ആ പ്രതികളെ മുഴുവൻ ഗുജറാത്ത് കോടതി വെറുതെ വിട്ടു. ആ വിധിക്കെതിരെ ബിൽക്കീസ് ബാനു സുപ്രീം കോടതിയിൽ പോയി. ഇന്ന് ഇവരുടെ സംഘപരിവാർ തീവ്രവാദികൾ ഈ ജയിലിൽ വീണ്ടും പോയി കിടക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ബ്രിജ്ഭൂഷന്റെ വിഷയം മാത്രമല്ല, ഒട്ടനവധി വിഷയങ്ങൾ പറഞ്ഞു പോകാനുണ്ട്. അതുകൊണ്ട് നമുക്ക് അത്തരം വിഷയം ഈ പറയുന്ന ഷാജി രാഘവൻ തന്നെ ഇവിടെ പറഞ്ഞു ഇത് ആഭ്യന്തര പ്രശ്നമാണെന്ന്. നമുക്കറിയാം സാക്ഷിമാർക്ക് ആഭ്യന്തര പ്രശ്നമല്ല. രാജ്യത്തിന് മെഡൽ നേടിത്തന്ന രാജ്യം കണ്ട പ്രതിഭാധനയായ ഒരു കായിക താരത്തെ റോഡിലിട്ട് വലിച്ചഴക്കുന്ന പോലീസിനെ നമ്മൾ കണ്ടു. ഇവിടെ പോലീസ് സ്വാതി മലിവാൾ കേസ് കൊടുത്തു, അദ്ദേഹം റിമാൻഡിൽ പോയി. അതുകൊണ്ട് ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളൂ. അരുൺ ഇതൂടെ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ. അതായത് നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്ന വെറും മൂന്നാംകിട തീവ്രവാദികളും മൂന്നാംകിട വർഗീയവാദികളും നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്നുണ്ട്. അപരാധങ്ങളും അപവാദങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്ന അതുപോലെ ഒരു മനുഷ്യനായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറി. അതുകൊണ്ടാണ് ഇന്നലെ പറഞ്ഞത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രത്തിൽ ബുൾഡോസർ കയറ്റുമെന്ന്. നമുക്കറിയത്തില്ലേ ഈ ബാബറി മസ്ജിദ് തകർത്തത് കോൺഗ്രസിന്റെ പിടിപ്പുകേട് കൊണ്ടാണെന്ന് നാഴിക 40 വട്ടം പ്രസംഗിച്ച BJP-കാരാണ്. അതായത് അവിടെ ബാബറി മസ്ജിദ് തകർത്തത് ഈ പറയുന്ന കോൺഗ്രസ്സുകാരാണെന്ന് രാഷ്ട്രീയപരമായി പറയുന്നവരാണ് ഇപ്പൊ പറയുന്നത് ഇനിയും അധികാരത്തിൽ വന്ന രാമക്ഷേത്രം. ഷാജി രാഘവൻ പറഞ്ഞത് അരവിന്ദ് കെജ്രിവാൾ ഒരു ജ്വാലയായി മാറുമ്പോൾ അണിയറയിൽ മാറ്റപ്പെട്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ മാറി നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എന്നാണ്. അത് രാഹുൽ ഗാന്ധിയെ ഒരുപക്ഷെ നിഷ്പ്രഭനാക്കുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പ്രഭാവത്തിൽ നിങ്ങൾക്ക് ഭയമുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏകദേശം 300-ൽ താഴെ സീറ്റിൽ ഇത്തവണ മത്സരിക്കുന്നു. ആം ആദ്മി പാർട്ടി എന്ന് പറയുമ്പോൾ കോൺഗ്രസിനോടൊപ്പം ഡൽഹിയിലും പഞ്ചാബിലും അതോടൊപ്പം ഗുജറാത്തിലും മത്സരിക്കുന്നു. എല്ലാ നേതാക്കൾക്കും വലിയൊരു സ്റ്റേച്ചറുണ്ട്. പക്ഷേ എനിക്കതിന് മറുപടിയായി പറയാനുള്ളത് വളരെ മനോഹരമായിട്ടുള്ളൊരു മറുപടി ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ന്യൂഡൽഹി ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. ശ്രീ കേജ്രിവാളിൻ്റെ വോട്ട് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്തവണ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ സമുന്നതനായിട്ടുള്ള നേതാവും ശ്രീമതി സോണിയാഗാന്ധിയും വോട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് ന്യൂഡൽഹിയിൽ മത്സരിക്കുന്ന സോംനാഥ് ഭാർത്തിക്കാണ്. അതേപോലെ തന്നെ ആം ആദ്മിയുടെ ചീഫായിട്ടുള്ള ശ്രീ അരവിന്ദ് കെജ്രിവാൾ വോട്ട് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കനയ്യ കുമാറിനാണ്.
ഇതാണ് വ്യത്യാസം. ഈ ഒരു നല്ല കൂട്ടുകെട്ട് ഒരുമിച്ച് വന്ന് ഇന്ത്യയെ എങ്ങനെയെങ്കിലും BJP നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഒരുമിച്ചുള്ള ഈ പ്രയാണം തുടരും. അത് ജൂൺ 4-ാം തീയതി വോട്ട് എണ്ണുമ്പോൾ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ ഇന്ത്യ മുന്നണി ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ അധികാരത്തിലേക്ക് എത്തിക്കും. ഓക്കെ, ഈ സംബന്ധിച്ച് നേരത്തെ ഈ ഫാസിസത്തെ കുറിച്ച് കൂടി ഷാജി രാഘവൻ സൂചിപ്പിച്ചിരുന്നു. ഈ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ മരിച്ചവർക്ക് രക്തസാക്ഷി സ്മാരകം നിർമ്മിക്കുന്ന പാർട്ടിക്ക് എന്താണ് രാജ്യത്തെ നരേന്ദ്രമോദിയുടെ ഫാസിസത്തെ കുറിച്ച് പറയാനുള്ള അവകാശം എന്നാണ് ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചത് ഇത് കഴിഞ്ഞിട്ട് പോയി വീട്ടിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് അദ്ദേഹം ഒന്ന് ചോദിക്കണം. ഈ കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത്, രക്തസാക്ഷികളായത് CPIM-ന്റെ പ്രവർത്തകരാണ്. ഒരു പക്ഷേ എനിക്ക് പകരം ഇതുപോലൊരു ചർച്ചയിൽ ഇരിക്കേണ്ടിയിരുന്ന KV സുധീഷിനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ എന്തായിരുന്നു ചെയ്തത്, ഇത് തിരുവോണത്തിൻ്റെ തലേ ദിവസം അങ്ങനെ നടന്നിട്ടുള്ള സംഭവം ഉൾപ്പെടെയുള്ളത് സമയച്ചുരുക്കം കൊണ്ട് ഞാൻ പറയുന്നില്ല. ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന കാര്യം ശരി, പക്ഷെ അവർ ബോംബ് നിർമ്മിച്ചവരല്ല. ആ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, കൊലപാതകം എന്ന് ഞാൻ ഇൻവെർട്ടഡ് കോമയിൽ ഞാൻ പറയുകയാണ്, കാരണം അത് ഇപ്പോഴും രഹസ്യ സ്വഭാവം പൂർണ്ണമായി അതിൻ്റെ ചുരുളഴിഞ്ഞിട്ടില്ല. അന്ന് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സഖാവ് കോടിയേരി പറഞ്ഞിട്ടുണ്ട് സമഗ്രമായ അന്വേഷണം വേണം. VS പറഞ്ഞിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള കാര്യം. 7 വർഷമായി പിണറായി സർക്കാർ ഭരിച്ചിട്ടും സമഗ്ര അന്വേഷണം നടന്നിട്ടില്ല. ശരിയാണ്. അല്ല, ഈ പറയുന്നതിനെ സംബന്ധിച്ച് CPIM ഇതിനെ സംബന്ധിച്ച് തീരുമാനമെടുത്ത് അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോയി. അടുത്ത് പിന്നെ രാഷ്ട്രീയമായി നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ നിങ്ങൾ ഇത്തരത്തിലൊരു രാഷ്ട്രീയമായ വേട്ടയാടലാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ സഖാക്കൾ അന്ന് അത്തരത്തിൽ നന്ദി ശ്രീ സമ്പത്ത്, നന്ദി ശ്രീ വിനോദ്, നന്ദി ശ്രീ ശബരിനാഥ്, നന്ദി ശ്രീ ഷാജി രാഘവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഈ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. ഇനി പ്രേക്ഷകർക്ക് കാണാം ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.